അലൈക്കും. അസ്സലാമു അലൈക്കും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല രചിച്ചിട്ടുള്ള മസീഹ് ദജ്ജാൽ എന്ന കിതാബിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൽ പറയുന്നത്, അതിന്റെ ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്: ഹേ മനുഷ്യരെ, ആദം സന്തതികളെ അള്ളാഹു സൃഷ്ടിച്ചതു മുതൽ ദജ്ജാലിന്റെ പരീക്ഷണം പോലെയുള്ള ഒരു പരീക്ഷണം ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല. തന്റെ ആളുകൾക്ക് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകാത്ത ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഞാൻ അന്ത്യപ്രവാചകനാണ്, നിങ്ങൾ അന്ത്യസമുദായവും. നിസ്സംശയം അവൻ നിങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് അവൻ പുറപ്പെടുന്നതെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി ഞാൻ അവനെ തടയും. എനിക്ക് ശേഷമാണ് അവൻ പുറപ്പെടുന്നതെങ്കിൽ ഓരോരുത്തരും സ്വന്തമായി അവനെ തടുക്കുന്നതായിരിക്കും. എല്ലാ മുസ്ലിങ്ങളുടെയും മേൽ എനിക്ക് ശേഷം അള്ളാഹു സഹായകനാണ്. സിറിയക്കും ഇറാഖിനും ഇടയിലുള്ള ഗല്ലയിൽ നിന്നാണ് അവൻ പുറപ്പെടുക. എന്നിട്ട് അവൻ ഇടതും വലതും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കുക. എനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും വിവരിച്ചു തരാത്ത ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് അവനെക്കുറിച്ച് വിവരിച്ചു തരാം. ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങുക, എന്നാൽ എനിക്ക് ശേഷം ഒരു നബിയില്ല. രണ്ടാമതായി അവൻ പറയും, ഞാൻ നിങ്ങളുടെ നാഥനാണ്, എന്നാൽ നിങ്ങൾ മരിച്ച ശേഷമല്ലാതെ നിങ്ങളുടെ നാഥനെ നിങ്ങൾ കാണുകയില്ല. അവൻ ഒറ്റക്കണ്ണനാണ്, നിങ്ങളുടെ നാഥൻ ഒറ്റക്കണ്ണനല്ല. അവന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുത്തറിയുന്നവനും എഴുത്തറിയാത്തവനുമായ എല്ലാ വിശ്വാസിയും അത് വായിക്കും. അവന്റെ ഉപദ്രവങ്ങളിൽ പെട്ടതാണ് അവന്റെ അടുക്കൽ സ്വർഗവും നരകവുമുണ്ട്. എന്നാൽ അവന്റെ നരകം യഥാർത്ഥത്തിൽ സ്വർഗമാണ്, അവന്റെ സ്വർഗമാകട്ടെ യഥാർത്ഥത്തിൽ നരകവുമാണ്. ആരെങ്കിലും അവന്റെ നരകം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ സഹായം തേടട്ടെ. അൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഓതുകയും ചെയ്യട്ടെ. അപ്പോൾ ആ നരകം അവന്റെ മേൽ തണുപ്പും ശാന്തിയുമാകും, ഇബ്രാഹിമിന്റെ മേൽ തീ ആയതുപോലെ. അവന്റെ ഫിത്നകളിൽ പെട്ടതാണ് ഗ്രാമീണനായ ഒരു അറബിയോട് അവൻ പറയും, നിന്റെ മാതാവിനെയും പിതാവിനെയും ജീവിപ്പിക്കുകയാണെങ്കിൽ നീ എന്തു പറയും? ഞാൻ നിന്റെ നാഥനാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുമോ? അപ്പോൾ അവൻ അതെ എന്ന് പറയും. അങ്ങനെ അവന്റെ മാതാവിന്റെയും പിതാവിന്റെയും രൂപത്തിൽ രണ്ട് പിശാചുക്കൾ വന്നിട്ട് പറയും, എന്റെ മോനെ, ഇവനെ പിൻപറ്റുക, ഇവൻ നിന്റെ നാഥനാണ്. അവന്റെ ഫിത്നകളിൽ പെട്ടതാണ് അവൻ ഒരുവനെ കീഴടക്കുകയും അവനെ കൊന്നുകളയുകയും ചെയ്യും. ഈർച്ചവാൾ കൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കുന്നത് വരെ അവനെ മുറിക്കും. എന്നിട്ട് പറയപ്പെടും, എന്റെ ഈ അടിമയിലേക്ക് നോക്കൂ, ഞാൻ ഇപ്പോൾ ഇവനെ ജീവിപ്പിക്കും. ശേഷം ഞാനല്ലാതെ അവനൊരു നാഥനുണ്ടെന്ന് അവൻ വാദിക്കും. അങ്ങനെ അള്ളാഹു അവനെ ജീവിപ്പിക്കും. അപ്പോൾ ആ ദുഷ്ടൻ ദജ്ജാൽ അവനോട് ചോദിക്കും, ആരാണ് നിന്റെ നാഥൻ? അവൻ പറയും, എന്റെ നാഥൻ അള്ളാഹു ആണ്. നീ അള്ളാഹുവിന്റെ ശത്രുവാണ്, നീ തന്നെയാണ് ദജ്ജാൽ. അള്ളാഹു ആണ്, ഞാൻ ഇന്നത്തേക്കാൾ നിന്നെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനായിട്ടില്ല. അവന്റെ ഫിത്നകളിൽ പെട്ടതാണ് മഴ പെയ്യിക്കാൻ അവൻ ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ അത് മഴ പെയ്യിക്കും. സസ്യങ്ങൾ മുളപ്പിക്കാൻ അവൻ ഭൂമിയോട് കൽപ്പിക്കും, അപ്പോൾ അത് മുളപ്പിക്കും. അവന്റെ ഫിത്നകളിൽ പെട്ടതാണ് അവൻ ഒരു ജനതയുടെ അരികിലൂടെ നടന്നുപോകും, അപ്പോൾ അവർ അവനെ വ്യാജമാക്കും. അങ്ങനെ അവരുടെ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളൊക്കെയും നശിപ്പിക്കാതെ ബാക്കിയാക്കുകയില്ല. അവന്റെ ഫിത്നകളിൽ പെട്ടതാണ് അവൻ ഒരു ജനതയുടെ അരികിലൂടെ നടന്നുപോകും, അപ്പോൾ അവനെ സത്യപ്പെടുത്തും. അങ്ങനെ അവൻ ആകാശത്തോട് മഴ പെയ്യിക്കാൻ കൽപ്പിക്കും, അപ്പോൾ അത് മഴ പെയ്യിക്കും. ഭൂമിയോട് മുളപ്പിക്കാൻ കൽപ്പിക്കും, അപ്പോൾ ഭൂമി മുളപ്പിക്കും. ഏതുവരെ എന്നാൽ അവരുടെ കാലികൾ അന്നേ ദിവസം വൈകുന്നേരം തടിച്ചു കൊഴുത്ത് അതിന്റെ അരക്കെട്ടുകൾ ഉയർന്ന് അകിടുകൾ നിറഞ്ഞു കൊണ്ട് തിരിച്ചു വരും. അവൻ ചവിട്ടുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യാത്ത ഒരു സ്ഥലവും ഭൂമിയിൽ ബാക്കി ഉണ്ടാവുകയില്ല, മക്കയും മദീനയും ഒഴികെ. അവ രണ്ടിന്റെയും കവാടങ്ങളിൽ അവൻ എത്തുമ്പോഴെല്ലാം അവിടെ ഊരിപ്പിടിച്ച വാളുകളുമായി മലക്കുകളെ അവൻ കണ്ടുമുട്ടും. ഉപ്പ് കലർന്ന ദേശത്തിന്റെ അടുത്തുള്ള ആ ചുവന്ന പർവ്വതത്തിനരികെ എത്തുവോളം മദീന അതിലെ നിവാസികളെയും കൊണ്ട് 3 തവണ കുലുങ്ങും. അപ്പോൾ കപടവിശ്വാസിയായ ഒറ്റ ആണും പെണ്ണും അതിൽ ബാക്കിയാകാതെ അവനിലേക്ക് പുറപ്പെടും. ഉല ഇരുമ്പിലെ മാലിന്യങ്ങളെ പുറത്തു കളയുന്നത് പോലെ അത് മദീനയിലെ മാലിന്യങ്ങളെ പുറത്തു കളയും. ആ ദിവസത്തെ മോക്ഷത്തിന്റെ ദിവസം എന്ന് വിളിക്കപ്പെടും. ഉമ്മു ഷരീഖ് ബിന്ത് അബിൽ ബക്കർ പറഞ്ഞു, ഓ റസൂലെ, അന്നത്തെ ദിവസം അറബികൾ എവിടെയായിരിക്കും? അവിടുന്ന് പറഞ്ഞു, അന്ന് അറബികൾ കുറവായിരിക്കും, അവരിൽ ഭൂരിഭാഗവും ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും. അന്ന് അവരുടെ ഇമാം നല്ല ഒരു മനുഷ്യനായിരിക്കും. അവരുടെ ഇമാം ഇവരുമായി സുബഹി നമസ്കരിക്കാനായി മുന്നോട്ട് വരുന്ന ആ പ്രഭാതത്തിൽ
ആ പ്രഭാതത്തിൽ തന്നെ ഈസ ഇബ്നു മറിയം ഇറങ്ങി വരും. അങ്ങനെ ഈസ മുമ്പോട്ട് വരുന്നതിന് വേണ്ടി ആ ഇമാം പിൻവാങ്ങിക്കൊണ്ട് പിന്നോട്ട് നടന്നു വരും. അതായത് ഈസാ നബി ഇമാം നിൽക്കാൻ വേണ്ടി ഇമാം മഹദി മാറിക്കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിരടികൾക്കിടയിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി പറയും, മുന്നോട്ട് പോയി നമസ്കരിക്കുക, നിനക്ക് വേണ്ടിയാണ് ഇക്കാമത്ത് കൊടുത്തത്. അതിനാൽ അവരെയും കൊണ്ട് അവരുടെ ഇമാം നമസ്കരിക്കും. ഈസാ നബി പിന്നിലായിക്കൊണ്ട് ഇമാം മഹദി മുന്നിലായിക്കൊണ്ട് നമസ്കരിക്കും. നമസ്കാരത്തിൽ നിന്ന് അവർ പിരിഞ്ഞാൽ ഈസാ നബി പറയും, വാതിൽ തുറക്കുക. അപ്പോൾ അത് തുറക്കപ്പെടും. അതിനു പിന്നിൽ ദജ്ജാൽ ഉണ്ടാവും. അവന്റെ കൂടെ 70,000 ജൂതന്മാരുണ്ടാകും. എല്ലാവരിലും വാളും ഒരു തരം വസ്ത്രവും ഉണ്ടായിരിക്കും. ദജ്ജാൽ അദ്ദേഹത്തെ നോക്കിയാൽ വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ അലിഞ്ഞു പോകും. അതായത് ദജ്ജാൽ ഈസാ നബിയെ നോക്കിയാൽ വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണോ അലിയുന്നത് അതുപോലെ അലിഞ്ഞു പോകും. ഇത് ഈസാ നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു മോജിസത്താണ്. അവൻ ഒളിച്ചോടും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഒരു അടി എന്നിൽ നിന്ന് നിനക്കുണ്ട്, നീ അതിൽ നിന്ന് എന്നെ അതിജയിക്കുകയില്ല, അതായത് കിട്ടാതെ പോവുകയില്ല. കിഴക്ക് ഭാഗത്തുള്ള ബാബുലുദ്ദിൽ അദ്ദേഹം അവനെ കണ്ടുമുട്ടുകയും കൊന്നുകളയുകയും ചെയ്യും. അള്ളാഹു ജൂതന്മാരെ ആട്ടിയോടിക്കും. എന്നിട്ട് അള്ളാഹു സൃഷ്ടിച്ച ഏതൊന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കുന്നുവോ അതിനെ ഒന്നും തന്നെ അള്ളാഹു സംസാരിപ്പിക്കാതെ ബാക്കിയാക്കുകയില്ല. അത് കല്ലാകട്ടെ, വൃക്ഷമാകട്ടെ, മതിലാകട്ടെ, ജീവിയാകട്ടെ. ഗർഗദ് എന്ന ഒരു വൃക്ഷം ഒഴികെ. ഈ വൃക്ഷം ധാരാളമായിട്ട് ഇസ്രായേലിൽ ഇന്ന് ജൂതന്മാർ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ വൃക്ഷമാണ്. അത് സംസാരിക്കുകയില്ല. അതല്ലാത്തവയൊക്കെയും പറയും, ഹേ മുസ്ലിമേ, അള്ളാഹുവിന്റെ ദാസൻ ഇതാ ഒരു ജൂതൻ, വന്ന് അവനെ കൊന്നുകളയുക. അവന്റെ ദജ്ജാലിന്റെ സമയം 40 വർഷമാണ്. ഒരു വർഷം അരവർഷം പോലെയും, അതായത് 6 മാസം പോലെ. ഒരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരു വെള്ളിയാഴ്ച പോലെയുമാണ്. അവന്റെ അവസാന നാളുകൾ ഇതിൽ 40 ദിവസം എന്നാണ് പറയുന്നത് മറ്റൊരു ഹദീസിലുള്ളത്. അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ആ 40 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ, മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ച പോലെ, ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ പോലെയാണ് എന്ന് വന്നിട്ടുണ്ട്. അവന്റെ അവസാന നാളുകൾ തീക്കനൽ പോലെയാണ്, പെട്ടെന്ന് അണഞ്ഞു പോകും. ഒരുവൻ പ്രഭാതത്തിൽ മദീനയുടെ ഒരു വാതിലിലാകും, വൈകുന്നേരം ആകുന്നതുവരെ മറ്റു വാതിൽക്കൽ എത്തുകയില്ല. അത്രയും ദൈർഘ്യമാണ് എന്നാണ് ഉദ്ദേശിച്ചത്.